എല്ലാം സെറ്റായി ഇറങ്ങാണ് വീട്ടിൽ നിന്ന്. പെട്ടിയും ബാഗൊക്കെ കൊണ്ടുവച്ചു. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി മാൾട്ട എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മാൾട്ട എയർപോർട്ടിലെത്തി. കുറേ പേരുടെയൊക്കെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങളുടെ ഈ ബക്കറ്റ് ലിസ്റ്റുള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. ഉച്ചയ്ക്ക് 1:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ചെക്കിനെല്ലാം നമ്മൾ ഓൺലൈൻ വഴി ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ കയ്യിൽ ബോർഡിംഗ് പാസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. ഞാൻ കയറണത് എടുക്കാൻ പറ്റിയില്ല. ഇനി നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്കാണ് പോണത്. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കണ്ടു കാണല്ലേ. ജിലു വെള്ളം മേടിക്കാൻ പോയിരിക്കണം. വെള്ളം മേടിച്ചിട്ട് ജിലു വരുന്നുണ്ട്. രണ്ടു കുപ്പി വെള്ളം മേടിച്ചിട്ടുണ്ട് ഇവിടുന്ന്. പോകാണ് ഞങ്ങൾ പോകാണ്. ജിലു പാടുന്നില്ലേ? ഇപ്പൊ തന്നെ വെള്ളം കുടിച്ചു തുടങ്ങിയിട്ടാ. ഫ്ലൈറ്റിന്റെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ കൗതുകം തോന്നിയിട്ട് എടുത്തതാണ് ഇവരെ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിന്റെ ഗേറ്റ് ഓപ്പൺ ആയത്. നമ്മൾ ഇവിടെ നിന്ന് ഇറ്റലിയിലെ ബെർഗാമോ എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ് ചെന്നിറങ്ങുന്നത്. നമ്മള് ബാക്ക് കൂടെയാണ് കയറണ കേട്ടോ. ജിലു പോണ്ട്. ഫസ്റ്റ് തന്നെ വരിവരിയായിട്ട് വേണം കയറാൻ തോന്നുന്നു. അങ്ങനെ 1:30 ആയപ്പോൾ തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. ഇനിയൊരു 2-2.5 മണിക്കൂർ നേരത്തെ യാത്രയുണ്ട്. പകൽ സമയം ആയതുകൊണ്ട് തന്നെ മാൾട്ടയുടെ ആകാശ വ്യൂ കാണാൻ പറ്റും. ഭയങ്കര ടർബുലൻസ് ആണ് പറയണത്. വണ്ടി മൊത്തമായിട്ട് കുലുങ്ങിക്കൊണ്ടിരിക്കുക. പേടിയാവും. വൈകുന്നേരത്തെ ഫ്ലൈറ്റ് ആണ്. അങ്ങനെ 2 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം മാൾട്ടയിൽ നിന്ന് നമ്മൾ ഇറ്റലിയിലെ ബെർഗാമോ എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മളതിനെ കാത്തിട്ട് ഈ ബസ് അവിടെ നിൽക്കണം. നമ്മളെ കാത്ത് നിൽക്കണം. പറയില്ല. സ്ഥലമില്ലാന്ന് തോന്നുന്നു ബസ്. നമുക്ക് ഇവിടെ ഇമിഗ്രേഷൻ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി. എവിടെയോ വരാ? താഴെയാണോ? ബസ് കാർഡ് 2 വരുമോ? അങ്ങനെ ബസ് കാർഡ് കിട്ടിപ്പോകും. ബസ് തന്നെ ആയിരിക്കും. ബസ് ഇതാണോ? എങ്ങോട്ട് പോണതാ? ബെർഗാമോ. ഇവിടെ സ്കാൻ ചെയ്യുക അല്ലേ? ഇത് എവിടെയാണ്? ബെർഗാമോ എയർപോർട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ബെർഗാമോ റെയിൽവേ സ്റ്റേഷൻ, അതായത് ട്രെയിൻ കിട്ടണ സ്ഥലത്തേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ജിലുവിൻ്റെ നാളെ വന്നു ഞാൻ സംസാരിക്കാൻ കണ്ടിട്ടില്ല. ഇനി നമുക്ക് ട്രെയിൻ സ്റ്റേഷനിലെത്തിയിട്ട് കാണാം. ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത് നമുക്കൊരു 10 മിനിറ്റ് യാത്രയുണ്ട്. ഇപ്പം നമ്മളെവിടെ എത്തി? ബെർഗാമോ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സീബ്ര ക്രോസിങ്ങിന് വെയിറ്റ് ചെയ്യാണ്. സോ അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി ട്രെയിൻ കയറണം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം നമ്മൾ ഇവിടെ റോഡുകളൊക്കെ വണ്ടികളൊക്കെ നിർത്തി. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ബെർഗാമോ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളിപ്പോൾ എത്തി. നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലാണ്. തിരാനോ കിട്ടില്ലല്ലോ. മിലാൻ സെൻട്രൽ അടിക്ക്. നമുക്ക് വേറൊരു മെഷീനിൽ നോക്കി നോക്കാം. ആണോ? അതായിരുന്നു ബസ്സിന്റെ. തെറ്റിപ്പോയി. ഇത് ട്രെയിനിന്റെ ആണ്. കാര്യമായിട്ട് ചെയ്യണ്ട ജിലു. പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ തിരാനോയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ബെർഗാമോ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ മിലാനിലേക്ക് 5 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ 5 മണിക്ക് ട്രെയിനിൽ നമ്മൾ സമയം 4:30 നമ്മൾ 5 മണിയുടെ ട്രെയിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മിലാൻ സെൻറ്റർ വരെ നമ്മൾ പോകും. അതിനുശേഷം മിലാൻ സെൻറ്ററിൽ നിന്ന് നമ്മൾ തിരാനോയിലേക്കുള്ള ട്രെയിന് എടുക്കും. സ്വിറ്റ്സർലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ യാത്ര അവസാനിക്കുക ഇറ്റലിയിലെ തിരാനോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് നമ്മുടെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ, അതായത് ഓവസ്റ്റ് 1 എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ വന്നതാണ്. ട്രെയിൻ വന്നിട്ട് ഇറങ്ങാണ്, ആൾക്കാർ കയറാണ് നിൽക്കുന്നുണ്ട്. നമുക്ക് അതുപോലെ വരിക ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്രെയിൻ വരിക. ഇത് മുകളിലും താഴെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉള്ളതാണ്. ബിനാരിയോ എന്ന് പറഞ്ഞ വെസ്റ്റ്, ഓവസ്റ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഇവിടെ മറ്റേ കണ്ണ് കാണാത്ത ആൾക്കാർക്ക് വായിക്കാനുള്ള സാധനമില്ലേ, ബ്രെയിൻലി ലിപിയുടെ, അതല്ലാതെ ഉണ്ട്. അങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. നമ്മൾക്ക് ബെർഗാമോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മിലാനിലേക്ക് പോകാനുള്ള നമ്മുടെ ട്രെയിൻ വന്നു. അപ്പൊ നമ്മള് കയറാൻ പോവാണ് ബെർഗാമോ. എന്താ അങ്ങനെ പറയണേ? അറിയില്ല കേട്ടാ. നേരത്തെ കയറിയിരിക്കണോ അതോ വേറെ ട്രെയിൻ ഉണ്ടോ? ഇല്ല. കേറി. ഇവിടെ നിന്ന് ആരും ഇല്ല കേട്ടോ ട്രെയിനില്. എവിടെ കയറി ഇരിക്കുന്നുണ്ട്, എന്തോന്നൊന്നും മനസ്സിലാവും. ട്രെയിൻ പോണതിന്റെ ശബ്ദമാണോ ഈ കേക്കണേ? ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് 120 കിലോമീറ്റർ സ്പീഡിലാണ്. ട്രെയിനിന്റെ കാഴ്ചകൾ ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ സാധനങ്ങൾ പെട്ടി ഞങ്ങളുടെ ബാഗ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു സീറ്റ് ഞങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ട്. ഇതാണ് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച. നല്ലൊരു വലിയൊരു സ്ക്രീനുണ്ട്. നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ ചാർജിങ് പോയിന്റ് എല്ലാം ഉണ്ട്. മിലാൻ സെൻട്രാലയിലേക്ക് എത്തി. നമുക്ക് ഇവിടെ നിന്ന് ട്രെയിൻ അടുത്തത് പിടിക്കണം തിരാനോയിലേക്ക്. അപ്പൊ നമുക്ക് അവിടെ തിരിച്ചാം. മിലാൻ സെൻട്രാലയിൽ നമ്മൾ വന്ന് ഇറങ്ങിയിട്ട് അതിന് അടുത്ത ട്രെയിന് നമുക്ക് ഇവിടെ നിന്ന് ഏത് പ്ലാറ്റ്ഫോമിലാണെന്നൊക്കെ നോക്കണം. ആണ് നമ്മുടെ വണ്ടി. നമ്മൾ ഈ ട്രെയിനിൽ വന്ന് ഇറങ്ങി. ഇത് 9ാമത്തെ പ്ലാറ്റ്ഫോം, ഇത് 8, ഇത് 7. 7ാമത്തെ പ്ലാറ്റ്ഫോമില് ഇതാണ് നമുക്ക് ഇനി തിരാനോയിലേക്കുള്ള ബസ്. ബസ്സല്ലേ, ട്രെയിൻ. ഇതാണ് നമ്മുടെ ട്രെയിൻ തിരാനോയിലേക്കുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ട്രെയിൻ കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അറ്റം വരെ ഒന്ന് നടന്നു. ഇത് തന്നെയാണോ നമുക്ക് പോകേണ്ട ട്രെയിനിൽ നിന്ന് നോക്കി. അതുപോലെ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഉണ്ടോ, അങ്ങനെ സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. കേറാം, നമുക്ക് കേറാം. തുറന്നു നമ്മൾ കേറി. എന്തേ തുടങ്ങിട്ടാ ഈ ട്രെയിനെ ഞാൻ വിശ്വസിക്കുന്നു 6:20 ആകുമ്പോൾ എടുക്കും. സമയം 6:03. അങ്ങനെ കൃത്യം 6:20 ആയപ്പോൾ ട്രെയിൻ അവിടെ നിന്ന് എടുത്തു. മിലാൻ സെൻട്രാലയിൽ നിന്ന് എടുത്തു. ഇനി നമ്മൾ തിരാനോയിലാണ് ചെന്ന് ഇറങ്ങുക. അപ്പം അതുവരെ നമുക്ക് ട്രെയിനിലെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് നമ്മളിരുന്നു. അങ്ങനെ ഏകദേശം ഇരുട്ടൊക്കെ ആയി. 2.5 മണിക്കൂർ യാത്ര ഇനിയുണ്ട് നമുക്ക് തിരാനോയിലേക്ക് എത്താനായിട്ട്. പിന്നെ ടിക്കറ്റ് ചെക്കർ വന്നു. ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളത് വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വാലിഡേറ്റ് ചെയ്യണമെന്ന്. അതിനൊരു 5 യൂറോ ഫൈൻ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ ഞങ്ങളെ കൊണ്ട് ഫൈൻ അടപ്പിച്ചില്ല. ഞങ്ങൾക്ക് ഒരു എക്സ്ക്യൂസ് തന്നു. തിരക്ക് ഒക്കെ വന്നു. പിന്നീട് കുറേ ആളുകളൊക്കെ കയറി. നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മൾ അവശരായി. റോസൻ്റെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ഓരോന്നൊക്കെ കഴിച്ചു. പിന്നെയും വിഷമം തുടങ്ങി. ഏകദേശം ഞങ്ങൾ എത്താറായി തുടങ്ങി. അപ്പോഴത്തേനും ട്രെയിനിലധികം ആൾക്കാരൊന്നുമില്ല. സീറ്റുകളൊക്കെ കാലിയായി. നല്ല തണുപ്പാട്ടാ.
അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെയിൻ സ്റ്റേഷനോട് വിട പറയാണ്. അയാൾ നോക്കി. ഇതാണ് കേട്ടോ എൻ്റെ അവസ്ഥ. ഫുൾ സെറ്റാക്കി. നല്ല തണുപ്പുണ്ട്. പക്ഷെ എന്താണ്, ജാക്കറ്റ് ഇട്ട കാരണം കുഴപ്പമില്ല. പക്ഷെ ജാക്കറ്റ് ഇല്ലാത്ത ഏരിയകളിൽ ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട് അല്ലേ? ലൈറ്റിൽ എന്ത് ചെയ്യുക? ഇതാണ് തിരാനോ ട്രെയിൻ സ്റ്റേഷൻ. നാളെ നമ്മൾ ഇവിടുന്നല്ലേ ബെർണിൻ എക്സ്പ്രസ് പിടിക്കുക? ഇതിലോ അല്ലേ? അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മള് വന്നിറങ്ങിയത് കേട്ടാ. പക്ഷെ ഒന്നും കാണില്ല, നമുക്ക് നാളെ കാണാം. അതിന്റെ മുകളിൽ ഒരു ലൈറ്റ് കത്തണുണ്ടാ? അവിടെ പള്ളിയൊക്കെ കാണാണ്ട് കേട്ടാ. പുളിയാന്ന് തോന്നുന്നു. കണ്ട അവിടെ കൊറേ ലൈറ്റുകൾ കാണണേ. അതൊരു മലയാന്ന് തോന്നുന്നല്ലേ? ഇത്ര അകലെ കേട്ടോ, അത് മലയാണ്. ഫോണ് കൊണ്ടുവന്നാണോ പറയണേ? ഞാൻ പിടിച്ചിന് മുറുക്കേ. കിടക്കാനുള്ള റൂമാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഈ സാധനം കാണാനില്ല എനിക്കിപ്പോ. ഇങ്ങനെയുള്ള ഈ സൈഡിലെ കേരള വഴി കാണിച്ചേ. ഇവിടെ ചെക്കിനും എല്ലാം നമ്മൾ തന്നെ ചെയ്യാ. അടിക്കുന്നത് കീ കാണിച്ചു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ റൂമിൻ്റെ കീ കിട്ടി. നമ്മൾ തന്നെ കീ ഇട്ട് തുറന്ന് അത് കയറാം. ഇതെന്ത് ഇത്രയും പേർക്കുള്ളത്? ഈശോയെ, എനിക്കറിയില്ല. ഇതൊരു വീടെടുത്ത പോലെ ഉണ്ടല്ലോ. കിച്ചൺ. ഈശ്വര, ഇതൊന്നൊന്നര നമ്മൾ ഹോം ടൂർ ആക്കേണ്ടി വരും തോന്നുന്നു. വൈഫൈ ഉണ്ട്, സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സാധനങ്ങളല്ലാതെ നമ്മൾ റൂമിൽ വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മളൊന്ന് നടക്കാൻ പോയി. ഇവിടെ അതെ, തിരാനോ സത്യത്തില് വെള്ളം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷെ വെള്ളമൊന്നുമില്ല. ഇവിടെ എന്തോ ഒരു പൂക്കട പ്ലാസ്റ്റിക്കാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ എന്തോ കടകള് പകല് ഉണ്ടാവണതാന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെ മാറ്റി വെച്ചിരിക്കുക. ഇപ്പൊ ഇവിടെ ഒന്നുമില്ല സത്യം പറഞ്ഞ. ഒറ്റ കടയില്ല. അവിടെ എങ്ങാണ്ട് ഒരു ബാറ് എന്തോ തുറന്നിട്ടുണ്ട്. ഇവിടെ എന്തോ ഉണ്ടല്ലോ, അതും റെസ്റ്റോറന്റിന് അവർ വേണമെങ്കിൽ റെസ്റ്റോറന്റ്. ഇവിടുന്ന് അങ്ങോട്ട് വിജനാന്ന് തോന്നുന്നു. അങ്ങോട്ട് പോവാണ്ടിരിക്കുന്നല്ലേ. ഇവിടെ തിരിച്ചു നമ്മള് റോഡ് ക്രോസ് ചെയ്യണം. ഇവിടെ മറ്റേ നമ്മുടെ അങ്ങാടിത്തരുമ്പിൽ കിടക്കണ പോലെ കിടക്കണം. വണ്ടി വരണ്ടേ. എന്തോ ഒരു കട നൈറ്റ് ആയതുകൊണ്ട് ഫോട്ടോ ഫ്രെയിമിന്റെ കടയാണ്. കുറെ പേര് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ. അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതാണ് കൊണ്ട് കണ്ടില്ല. ഇതാണ് ക്രിസ്മസ് ട്രീ, ഒറിജിനൽ ക്രിസ്മസ് ട്രീ. ഓ, അത് തൊട്ടോണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ. ഞങ്ങളിപ്പോ ആക്ച്വലി എന്തെങ്കിലും ഗ്രോസറി ഐറ്റംസ് മേടിക്കാൻ പറ്റായിരുന്നെങ്കിൽ നല്ലായിരുന്നു. കിച്ചണൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാലോ.
മുട്ടയോ അങ്ങനെ നിരക്ക് കിട്ടുകയാണെങ്കിൽ നല്ലായിരുന്നു. ഇവൻ വെള്ളം പോലും ഇല്ല നമ്മുടെ കയ്യില്. അപ്പൊ നമുക്ക് ഒരു വെൻഡിങ് മെഷീൻ കണ്ടു. അപ്പൊ നമ്മൾ അവിടുന്ന് വെള്ളം മേടിക്കും. ഭയങ്കരമായിട്ട് കഞ്ചാവിന്റെ മണം അടിക്കുന്നുണ്ട് പറഞ്ഞ പോലെ. ചായ വേണമെങ്കിൽ ചായ നമുക്ക് അവിടെ ഉണ്ടാക്കാം. വെള്ളം മാത്രം മേടിച്ചാൽ മതി. വെള്ളം ഒരു 3-4 കുപ്പി മേടിക്കേണ്ടി വരും. 4 മേടിച്ചോ? വലിയ കുപ്പിയൊന്നും ഇല്ല അല്ലേ? സാൻഡ്വിച്ച് ഉണ്ട്, ടോസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ. ഇത്തിരി പുതുമയുള്ള സാധനം കേട്ടാ. ബാക്കിയെല്ലാം നമ്മുടെ മാൾട്ടയിലുണ്ട്. അത് നമ്മൾ കാണാത്തോണെന്ന് അറിയില്ല. കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പേര് വായിക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും. സോ ഞങ്ങളൊരു 2 വെള്ളവും ഒരു സാൻഡ്വിച്ച് ഇതിൽ കാണാണ്ടല്ലോ സാധനങ്ങളൊക്കെ മേടിച്ചു. നമുക്കിനി അപ്പൊ ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ച് തിന്നാം. പിന്നെ ഉണ്ടാക്കും. പിന്നെ ബാക്കിയുള്ള 2 ദിവസം നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഇതിനൊക്കെ കട ഉണ്ടാവും എന്ന് വിചാരിക്കണം. എന്നാലും എനിക്ക് അപ്പാർട്ട്മെന്റ് കണ്ടിട്ടാ. അത് അപ്പാർട്ട്മെന്റ് തന്നെ ശരിക്കും അല്ലേ? അപ്പാർട്ട്മെന്റ് തന്നെയല്ലേ പറയാ അതിന്? എന്താണ് തിരാനോനെ പറ്റി പറയാൻ വരുമ്പോ നമുക്കൊരു ഇംഗ്ലീഷ് ബോർഡ് കാണാൻ പറ്റില്ല. ഇത് ഇറ്റാലിയൻ രാജ്യമാണല്ലോ. അപ്പൊ ഫുൾ ഇറ്റാലിയൻ ഭാഷയിലാണ് ഇവിടെ മൊത്തം എഴുതിയിരിക്കുന്നത്. കുറച്ചൊക്കെ ഇറ്റാലിയൻ ഭാഷ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഇറ്റാലിയൻ അറിയില്ലല്ലോ. പക്ഷെ ആണോ? പക്ഷെ അതൊക്കെ അടച്ചു. കാണണം അല്ലേ? പക്ഷെ ഇവിടെ ഒരു കാര്യമാണ്, ഇപ്പൊ 10 മണി ആവണല്ലോ. അപ്പോഴത്തേനും ഇവിടെ മൊത്തം അടവായി. നമ്മുടെ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 മണിക്ക് ഇങ്ങനത്തെ ഒരു മെയിൻ സിറ്റിയിലൊക്കെ ഒരുവിധം എല്ലാ കടകളും ആക്റ്റീവ് ആയിരിക്കും. പ്രത്യേകിച്ച് ശനി ഞായറും ദിവസങ്ങൾ, വീക്കെൻഡ്. പക്ഷെ ഇവിടെ എല്ലാരും പരിപാടിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോ എനിക്ക് വർക്കിംഗ് ഡേ അങ്ങനെ വല്ല ആയതുകൊണ്ടാണ്. പിന്നെ മൊത്തത്തിലൊരു ഇരുട്ടാ. അതാണ് ബസ് പോകും. ഒരു ബസ് 102 ബസ്. എനിക്ക് നമ്മുടെ ബസ് ഓർമ്മ വന്നു. 102, 106. അത് നോക്കിയേ നിങ്ങള്. ഞാൻ ഇങ്ങനെ കാണാൻ പറ്റുമോ? ഇത് മറ്റേ ശരിക്കും നമ്മുടെ മലയാറ്റൂര് മല കണ്ടത്. അവിടുന്ന് മലയൊക്കെ കേറി ഏറ്റവും മുകളിലൊരു പള്ളിയുണ്ട്. കാണത്തില്ല. നാളെ നമുക്ക് നോക്കാം. നാളെ ഇപ്പൊ ഇവിടെ മിക്കവാറും രാവിലെ ഗംഭീരായിരിക്കും. ചുറ്റും മലയും അങ്ങനെയൊക്കെ ആവും. എണീറ്റാ കാണാം. എണീക്കും. ഇത് എന്തൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് തോന്നുന്നു. പക്ഷെ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാം ഇവിടെ കുറെ ബെഞ്ചുകൾ നമുക്ക് ഇരിക്കാൻ വേണമെങ്കിൽ. ഇവിടെ കുറെ ബോർഡ് എല്ലാം. ലിഡില് മാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷെ ലിഡില് കുറച്ച് ദൂരം പോണം അടുത്ത സ്റ്റേഷനിൽ. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ തെരുവീതികളിലൂടെ നടക്കണു. തിരാനോടെ തണുപ്പ് വലിയ തണുപ്പൊന്നുമില്ല. ഞങ്ങൾ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടൊന്നല്ല നടക്കണത്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു കബാബ് കട കണ്ടു. പക്ഷെ അത് ക്ലോസ്ഡ് ആയി. ലൈറ്റ് ഒക്കെ ഓഫാക്കി. അധികം വണ്ടികളൊന്നുമില്ല. അവിടെ ഇവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് റൂമിൽ ചെന്നിട്ട് കാണാം. അമ്മേ, ഡോറ് തുറന്നു. സിമ്പിൾ. മതി മതി. ഇത് പോവാം. ലിഫ്റ്റില് പോവാം നമുക്ക്. കഷ്ടപ്പെട്ടൊരു സാധനം. നമ്മള് മാൾട്ടേന്ന് മേടിച്ചോളാം കേട്ടോ. ഈ പീസ്
ഫസ്റ്റത്തെ ദിവസം, ഇപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റത്തെ ദിവസം കഴിഞ്ഞു. നമ്മൾ ഉറങ്ങാൻ പോകണം. റൂമിലെത്തി കഴിഞ്ഞ് നാളെ നേരം വന്നിട്ട് നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്.